നമ്മൾ ഈ വഴുതിനിങ്ങ വാട്ടിയിട്ട് ഈ കറി വെക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾക്ക് ചപ്പാത്തിക്കും പുട്ടിന് ഇടിയപ്പം ദോശ ഇഡ്ഡലി ചോറ് അങ്ങനെ എല്ലാറ്റിനും നമ്മൾക്ക് ഉപയോഗിക്കാം. ഹായ്, ഞാൻ സുധാ മഴമേഘ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നാടൻ വഴുതിനിങ്ങ കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം, വരൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടൻ വഴുതിനിങ്ങ ഈ ഷേപ്പിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് വണ്ണം കുറഞ്ഞ വഴുതിനിങ്ങ ആയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. അഥവാ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ രണ്ടായി പിളർന്നിട്ട് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾക്ക് കറി വെച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കരണ്ടി പരിപ്പ് വേവിച്ച് വെച്ചതാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മൾക്ക് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കറി റെഡിയാകാനുള്ളത് കാണിച്ചു തരാനായിട്ടാണ് ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നാളികേരം ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്കിതെല്ലാം ചേർത്തിട്ട് പെട്ടെന്നൊന്ന് ഈ കറി റെഡിയാക്കിയെടുക്കാം. നമ്മൾക്ക് ആദ്യം തന്നെ വഴുതിനിങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ തവിയിലേക്ക് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം ഒരു 2 നുള്ള് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 5-6 ചെറിയ ഉള്ളി മുറിച്ചതും കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ വഴുതിനിങ്ങ മുറിച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. വഴുതിനിങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇടാം. ഇത് നമ്മൾക്ക് ചെറു തീയിൽ ഒന്ന് വാട്ടിയെടുക്കണം. ആ വാടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര വേണം എന്നുള്ളത്. അപ്പം നമ്മുടെ വഴുതിനിങ്ങയൊക്കെ പാകത്തിന് വാടിക്കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ വെണ്ടയ്ക്കൊക്കെ വാട്ടിയെടുക്കുന്ന അതേ സ്റ്റൈല് തന്നെയാണ്. ഒരുപാട് കുഴഞ്ഞു പോവുകയൊന്നും വേണ്ട, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾക്ക് ഒന്നുകൂടി ആ പച്ച മണം, മുളകിൻ്റെ ആ മണം പോണത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ആ മുളകിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ തക്കാളി മുറിച്ചതും നമ്മുടെ ഈ പരിപ്പ് വേവിച്ചതുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ചതച്ചതുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് പാകത്തിന് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ നമ്മൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും, നമ്മൾ ഈ വഴുതിനിങ്ങ വഴറ്റുമ്പോഴാണല്ലോ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്. അപ്പം നമ്മൾക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച ശേഷം ഉപ്പ് പോരെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് അല്പം ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വഴുതിനിങ്ങ വാട്ടിയിട്ട് ഈ കറി വെക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾക്ക് ചപ്പാത്തിക്കും പുട്ടിന് ഇടിയപ്പം ദോശ ഇഡ്ഡലി ചോറ് അങ്ങനെ എല്ലാറ്റിനും നമ്മൾക്ക് ഉപയോഗിക്കാം. നമ്മൾക്ക് അഥവാ ബിരിയാണിക്കോ നെയ്ച്ചോറിനൊക്കെ ഈ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് താളിക്കുന്ന സമയത്ത് ഒരു പട്ടയും 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ, ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനോ നെയ്ച്ചോറിനൊക്കെ പറ്റുകയും ചെയ്യും. അപ്പം നമ്മൾക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ നാടൻ വഴുതിനിങ്ങക്കറി നന്നായിട്ട് തിളച്ച് ആ മുളകിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ശകലം കൂടെ ഉപ്പ് വേണം, അപ്പം ഞാൻ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ വഴുതിനിങ്ങ
ചെറുതായിട്ട് എണ്ണയിലൊന്ന് വാട്ടിയ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വഴുതിനീങ്ങിൻ്റെ പച്ച മണമൊന്നും ഉണ്ടാവില്ല, നല്ല രുചിയായിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾക്ക് വഴുതിനീങ്ങ കിട്ടുമ്പോൾ പല തരത്തിലുള്ള പല ടേസ്റ്റിലുള്ള കറികളൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.